2004 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ്, ഒരു ഹിന്ദി ചിത്രമാണ് ധൂം എന്ന ചിത്രം. ഈ ധൂം എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സഞ്ജയ് ഗദ്വിയാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ ഈ ചില ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയൊക്കെ ഉള്ള ടോർക്ക്, അങ്ങനെയൊക്കെ കുറച്ച് സിനിമകൾ ആ കാലത്ത് ടോർക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമകൾ വന്നു. ഇതെല്ലാം ഒരു ബൈക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയായിരുന്നു ടോർക്ക് എന്ന ചിത്രം. അപ്പോൾ ഈ ടോർക്ക് എന്ന ചിത്രത്തിൽ ബൈക്കിനെ അടിസ്ഥാനമാക്കിയപ്പോൾ നോർമലി ഈ ടോർക്ക് എന്ന ചിത്രം യുവാക്കളുടെ ഇടയിൽ ഒരു അന്നത്തെ കാലത്ത് ഒരു കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ് ഈ ടോർക്ക് എന്ന ചിത്രം. അപ്പോൾ ഈ ബൈക്കുമായി ബന്ധപ്പെട്ട സിനിമകൾ പ്രേക്ഷകർ കാണുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് യശ്രാജ് ഫിലിംസ് ഈ ധൂം എന്ന ചിത്രം നിർമ്മിക്കുന്നത്. ഈ സിനിമയിൽ സിനിമ ആദ്യം ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ഈ ധൂം എന്ന ചിത്രത്തിൽ ഈ അഭിഷേക് ബച്ചൻ ചെയ്ത റോള് ആദ്യം ചെയ്യാനായി തീരുമാനിച്ചിരുന്നത് സൽമാൻ ഖാനെയാണ്. അപ്പോൾ സൽമാൻ ഖാൻ അത് ഡേറ്റ് പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് സൽമാൻ ഖാൻ ആ സിനിമയിൽ നിന്ന് പിന്മാറി. സഞ്ജയ് ദത്തും ആ കഥാപാത്രം ചെയ്തില്ല. അങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് അഭിഷേക് ബച്ചൻ, ACP ജയ് ദീക്ഷിതായും അതുപോലെ ജോൺ അബ്രഹാം, കബീറായും ഒക്കെ എത്തുന്നത്. എന്തായാലും ചിത്രം ആദ്യം വന്നപ്പോൾ ഒരു സാധാരണ ഒരു ഹിന്ദി ചിത്രം എന്നുള്ള രീതിയിൽ വന്നുവെങ്കിലും ഈ ചിത്രം തിയേറ്ററിൽ വന്നപ്പോൾ ഈ യുവാക്കൾ ആ ചിത്രം അങ്ങ് ഏറ്റെടുത്തു. അത് ഈ തിയേറ്ററിൽ അന്ന് 2004 ഈ തിയേറ്ററിൽ ഈ ചിത്രം വന്നപ്പോൾ വേണ്ട രീതിയിൽ ആദ്യം ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ വന്ന ഒരു ചിത്രം പിന്നീട് ഒരു സ്ക്രീൻ എന്നുള്ളത് മറ്റൊരു തിയേറ്ററിലും വരുന്നു. അങ്ങനെയുള്ള ഒരു കൂടുതൽ ആളുകൾ വന്നപ്പോൾ സ്ക്രീനിങ്ങും അതിനനുസരിച്ച് കൂട്ടേണ്ടി വരുമല്ലോ. എന്തായാലും ഈ ധൂം എന്ന ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ സിനിമയിൽ നായകൻ അഭിഷേക് ബച്ചൻ ആണെങ്കിലും ഇതിനകത്ത് ഒരു വില്ലൻ കഥാപാത്രമാണ് ഈ ജോൺ അബ്രഹാം ചെയ്ത റോള്. ഈ ACP പിന്നെ കൂടെ ഉദയ് ചോപ്രയും ഉണ്ട്. ACP ഒരു മെക്കാനിക്, ACPയും മെക്കാനിക്കായ ഉദയ് ചോപ്രയും കൂടി ചേർന്ന് ഈ മോഷണം നടത്തുന്ന, ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരെ പിടികൂടാൻ പിന്തുടരുന്നതാണ് സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത്. എന്തായാലും സിനിമയുടെ ആക്ഷൻ സീക്വൻസുകളെല്ലാം വളരെ മനോഹരമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഈ ധൂം എന്ന ചിത്രം. അതുപോലെ പ്രീതമിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ഈ ധൂം മച്ചാല എന്നുള്ള ഒരു പാട്ട് അന്നത്തെ കാലത്ത് ഒരു ഹരമായിരുന്നു. അത് ഇന്ന് കേട്ടാലും അത് പല പാർട്ടികളിലും മറ്റും ഇപ്പോഴും ആ പാട്ടുകൾ ആളുകൾ പാടാറുണ്ട്, അത് കേൾക്കാറുമുണ്ട് കൂടുതൽ. അപ്പോൾ ഈ ധൂം 1 ശേഷം അടുത്ത് വരുന്നത് 2006 ധൂം 2 ആണ്. ഈ ധൂം 2 ആയപ്പോഴേക്കും ഈ സിനിമയിൽ നായകനായി വരുന്നത്, നായകൻ പോലീസായ അഭിഷേക് ബച്ചൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ കള്ളനായിട്ട് വരുന്നത് ഹൃത്തിക് റോഷനാണ്. അപ്പോൾ ഹൃത്തിക് റോഷൻ വരുന്നുണ്ട്. അതുപോലെ നായിക ഐശ്വര്യ റായിയാണ്. സിനിമയിൽ നായികയായിട്ട് വരുന്ന ഐശ്വര്യ റായിയാണ്. ഈ സിനിമയും സംവിധാനം ചെയ്തത് സഞ്ജയ് ഗദ്വി തന്നെയാണ്. സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെ ധൂം 1 ഭാഗം പോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരുപാട് പേരും പെരുമയും എല്ലാം കിട്ടിയ ഒരു സിനിമയാണ് ഈ ധൂം 2. അപ്പോൾ ഈ ധൂം 2 ചെയ്ത് അതും ഹിറ്റായപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 കൊല്ലത്തെ ഇടവേള 2013 ധൂം 3 വരുന്നത്. ധൂം 3 അമീർ ഖാനാണ് അഭിനയിക്കുന്നത്. അമീർ ഖാനാണ് വ്യത്യസ്ത തരത്തിലുള്ള മോഷണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഈ ധൂം 3 മറ്റൊരു പ്രത്യേകതയും കൂടെ ധൂം 3 ഉള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായി റിലീസ് ചെയ്യുന്ന ഐമാക്സ് ഫോർമാറ്റിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ എന്നുള്ള, ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്നുള്ളൊരു പേര് ധൂം 3 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഡോൾബി അറ്റ്മോസ് ഒക്കെ പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഡോൾബി അറ്റ്മോസിനെ കുറിച്ച് കേൾക്കുന്നത്. അന്ന് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്ത ചിത്രങ്ങൾ, അതിൻ്റെ സാങ്കേതിക വിദ്യകളുമുള്ള തിയേറ്ററുകൾ അന്ന് കുറവായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്ത ആദ്യത്തെ സിനിമ എന്നുള്ള ആ ഒരു ഖ്യാതിയും കൂടി ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 2026 സിനിമ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹൃത്തിക് റോഷനാണോ ഷാരൂഖ് ഖാനാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. യശ്രാജ് ഫിലിംസ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും ഒരു കാര്യം അറിയാൻ കഴിയുന്നത്, സിനിമയുടെ 1 ഭാഗവും 2 ഭാഗവും സംവിധാനം ചെയ്തിരിക്കുന്നത് സഞ്ജയ് ഗദ്വിയാണ്. ഈ 2 ഭാഗത്തിൽ സഞ്ജയ് ഗദ്വിക്ക് സംവിധാനം ചെയ്ത സിനിമയിൽ കഥ എഴുതിയ വിജയ് കൃഷ്ണ ആചാര്യയാണ് സിനിമ 3 ഭാഗം ധൂം 3 സംവിധാനം ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ധൂം 4 വരാൻ പോകുന്ന ധൂം 4 സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ഈ ധൂം എന്ന സിനിമ അല്ലെങ്കിൽ ധൂം സീരീസ് സിനിമകളിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പലരും അഭിനയിച്ച ഒരു സീരീസാണ് ഈ ധൂമിലെ 1, 2, 3 എന്നുള്ള ആ സീരീസ്. എന്തായാലും അതിനകത്ത് ഹൃത്തിക് റോഷനുണ്ട്, അമീർ ഖാനുണ്ട്, അതുപോലെ അഭിഷേക് ബച്ചനുണ്ട്, ജോൺ അബ്രഹാം ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. എങ്കിലും ഈ ധൂം സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ധൂം 1 ഭാഗമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ജോൺ അബ്രഹാം ഈ സിനിമയോട് കൂടിയാണ് ജോൺ അബ്രഹാം ഒരു തരംഗമായി മാറിയത്. അതായത് ഒരു യൂത്ത് ഐക്കൺ എന്നുള്ള രീതിയിൽ മാറിയത് ഈ ധൂമിന് ശേഷമാണ്. അപ്പോൾ ഈ ധൂമിന് മുമ്പ് വരെ ജോൺ അബ്രഹാം ഒരു
റൊമാൻറ്റിക് ഹീറോ ആയിട്ടും ഇങ്ങനെ ചില ഒരു മർഡർ മിസ്റ്ററി മൂവീസിൽ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ എബ്രഹാം. സ്ഥിരമായി നായികയായി ബിപാഷ ബസു ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്ന ഒരു ജോൺ എബ്രഹാം എന്ന നടന് ഒരു കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറയാവുന്ന ഒരു ചിത്രമാണ് ഈ ധൂം 1 എന്ന ചിത്രം. അതുകൊണ്ട് ഈ ധൂം 1 പോലെ ഈ ജോൺ എബ്രഹാം, ഈ ധൂം 1 ഉള്ള ജോൺ എബ്രഹാമിൻ്റെ പെർഫോമൻസ് മറ്റൊരു സിനിമയിലും അതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ധൂം എന്ന സിനിമ നമ്മൾ ഓർക്കുമ്പോൾ ജോൺ എബ്രഹാമിനെ നമ്മൾ നിർബന്ധമായി ഓർത്തിരിക്കും. കാര്യം ജോൺ എബ്രഹാം ഇല്ലാതെ ഒരു ധൂം 1 എന്ന സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ധൂം 1 ജോൺ എബ്രഹാം. പിന്നെ ജോൺ എബ്രഹാമിന് ഈ ബൈക്കുകളോടുള്ള ഒരു താല്പര്യവും കൂടി ആയിരിക്കാം അതിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.